Welcome to the video. This video is affirmative sentence negative sentence. Affirmative sentence another name is positive sentence. A positive sentence negative sentence. This sentence the cakes taste good. This sentence is positive, otherwise affirmative sentence. ഇതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കും? നെഗറ്റീവ് ആക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മെയിൻ വെർബിന്റെ കൂടെ നോട്ട് ചേർക്കാൻ പറ്റില്ല. വി നീഡ് എ ഹെൽപ്പിംഗ് വെർബ്. അപ്പൊ ഇവിടെയൊക്കെ ഡു അതർവൈസ് ഡസ് ആണ് പ്രസന്റ് ടെൻസിൽ. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ഉപയോഗിക്കുക. ഇതൊന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ദ കേക്ക്സ് ടേസ്റ്റ് ഗുഡ് എന്നുണ്ട്. ഇവിടെ കേക്ക്സ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ടാണ് എസ് ഇല്ലാത്തത്. അതൊന്ന് ഓർമ്മിക്കണം. ഇവിടെ കേക്ക് മാത്രമാണെങ്കിലോ വൺ കേക്ക് ഓൺലി, ദാറ്റ് മീൻസ് വൺ കേക്ക് ഓൺലി, ദ കേക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ എസ് വരണം. ഏതിന്റെ കൂടെ? ടേസ്റ്റിന്റെ. ദ കേക്ക് ടേസ്റ്റ്സ് ഗുഡ്, അതർവൈസ് ദ കേക്ക് ടേസ്റ്റ്സ് ഡിലീഷ്യസ് എന്ന് എഴുതണം. ഇവിടെ കേക്ക്സ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് ടേസ്റ്റ് എന്ന് മതി. അപ്പൊ ഇവിടെ എന്ത് വരണം? ഡു ഓർ ഡസ്. ഇപ്പൊ ഇവിടെ ഡു ആണ് വരിക. ഡോണ്ട്. ദ കേക്ക് ഡോണ്ട് ടേസ്റ്റ് ഗുഡ്. അങ്ങനെയാക്കി എഴുതുക. നെഗറ്റീവ് ആണെങ്കിൽ ഡോണ്ട് ടേസ്റ്റ് തന്നെ വരണം. ഇനി ഇത് വളരെ ഈസിയാണ്. ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ഇൻ ദ സ്കൈ എന്നൊന്നുമില്ല. ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ എന്ന് വെച്ചാൽ ബേർഡ്സ് ആകാശത്ത് സ്കൈയിൽ പറന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. അപ്പൊ ഇവിടെ വളരെ ഈസിയാണ് നെഗറ്റീവ് സെന്റൻസ് ഫോം ചെയ്യാൻ. ഇറ്റ്സ് വെരി ഈസി ബിക്കോസ് ദർ ഈസ് എ ഹെൽപ്പിംഗ് വെർബ് ഇൻ ദാറ്റ് സെന്റൻസ്. വാട്ട് ഈസ് ദാറ്റ്? ആർ. The birds aren't, otherwise are not flying. ഇത്രയേ ഉള്ളൂ. What's the reason? Because there is a helping verb. അത് ഏത് ഫോമാ? ബി വെർബിന്റെ പ്രസന്റ് ടെൻസ് ഫോമാണ്. ഈസ്, ആർ, ആം. പാസ്റ്റ് ടെൻസ് എന്താ? വാസ് ആൻഡ് വേർ. അതൊക്കെ എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കണ? സബ്ജക്ട് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? അപ്പൊ ഇതിങ്ങനെ കുറെ സെന്റൻസുകൾ മാറ്റി ലേൺ ഇറ്റ് യുവർ സെൽഫ്.